സ്വർണ്ണവില വീണ്ടും കൂടി ഗ്രാമിന് 100 രൂപയാണ് വർദ്ധിച്ചത്. പവന് 800 രൂപ കൂടി 53,760 രൂപയായി. വിവരങ്ങളുമായി ബീന ചേരുന്നുണ്ട്. ബീന, മഞ്ഞലോഹത്തിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യം എന്തൊക്കെ ഘടകങ്ങൾ തുണയായി? ലക്ഷ്മി, ഇന്നലെ സ്വർണത്തിന് ഒരു പവന് 80 രൂപയാണ് കൂടിയെങ്കിൽ ഇന്നത് 10 ഇരട്ടിയായി 800 രൂപ കൂടിയിരിക്കുകയാണ്. അതായത് ഗ്രാമിന് ഒരു 100 രൂപയുടെ വർധനവുണ്ട്. 53,760 രൂപ ഒരു പവന് എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവില ദിവസേന എന്ന പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പല സാഹചര്യങ്ങളാണ് പ്രധാനമായും ഈ മേഖലയിലുള്ളവർ കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനം സ്വർണം വാങ്ങാനുള്ള ആളുകളുടെ അല്ലെങ്കിൽ സ്വർണ്ണ നിക്ഷേപത്തിനുള്ള ആളുകളുടെ ഒരു താല്പര്യം തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം, പണപ്പെരുപ്പത്തിനെതിരെ ഒരു സംരക്ഷണം എന്ന നിലയിലും ഒരു കരുതൽ ശേഖരം എന്ന നിലയ്ക്കും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണം വാങ്ങാനുള്ള ഒരു താല്പര്യം അത് ഈ ഇത്തരത്തിൽ സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിൽ പല കാരണങ്ങൾ കൊണ്ടും സ്വർണത്തിന് വില വർദ്ധിക്കുന്നുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങൾ, തെരഞ്ഞെടുപ്പ്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കൂടുന്നുണ്ട്. അതിന്റെ ചുവട് പിടിച്ചാണ് ആഭ്യന്തര വിപണിയിലും ഇപ്പോൾ സ്വർണ്ണവില വർദ്ധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിൽ നവംബർ മുതൽ മെയ് വരെയുള്ള കാലഘട്ടങ്ങളാണ് സ്വർണം കൂടുതൽ ആളുകൾ വാങ്ങുന്നത്. വിവാഹ സീസണും മറ്റുമായതിനാൽ അങ്ങനെ നോക്കുമ്പോൾ തന്നെ സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖലയിലുള്ള വ്യാപാരികൾ പറയുന്നത് ഇത്തരത്തിൽ സ്വർണ്ണവില കൂടുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം വില ഇങ്ങനെ ചാഞ്ചാട്ടത്തിൽ നിൽക്കുമ്പോൾ വില കുറയുമോ കൂടുമോ എന്നുള്ള ആശങ്ക നിമിത്തം ഉപഭോക്താക്കൾ സ്വർണ്ണ വാങ്ങാൻ എത്തുന്നത് വളരെ കുറഞ്ഞു നിൽക്കുന്ന, റീറ്റെയിൽ വിൽപ്പന വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കും ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കാരണം വിവാഹവും മറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള സ്വർണം അതുപോലെ തന്നെ അന്നത്തെ വിലയ്ക്ക് തന്നെ ഉപഭോക്താക്കൾക്ക് നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇത് അവരെയും വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു നില, അതായത് സ്വർണ്ണവില ദിനം പ്രതി എന്നോണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നില അടുത്തെങ്ങും കുറയാൻ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു പ്രധാന വസ്തുവായതിനാൽ സാധാരണക്കാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്തായാലും മറ്റ് രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യവും മറ്റും വിലയിരുത്തി ഈ സ്വർണ്ണവില വീണ്ടും ഉടനെയെങ്ങും താഴാനുള്ള ചെറിയ തോതിൽ വിലയിടിവോ വല്ലതും സംഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വർണ്ണവില താഴാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്ന് തന്നെയാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. യെസ്, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.